ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിലെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രതികരണക്കുറിപ്പ് നോക്കാം. തൊട്ടിലും താരാട്ടുമായി മകളെ ഉറക്കുന്ന പ്രകൃതിയെയാണ് സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങൂ എന്ന കവിതയിൽ നാം കാണുന്നത്. മകളുടെ സ്വപ്നങ്ങളിൽ ജീവിതത്തിൻ്റെ പുതുമുളകൾ പൊട്ടിവിരിയും എന്നും മനോഹരമായ ദൃശ്യങ്ങളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും കവി വരച്ചു കാട്ടുന്നു. അപ്പോൾ തൊട്ടിലും താരാട്ടുമായി മകളെ ഉറക്കുന്ന പ്രകൃതിയെയാണ് നമ്മൾ സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങൂ എന്ന കവിതയിൽ കാണുന്നത്. അപ്പോൾ ഈ പ്രസ്താവനകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണം ഒരു കുറിപ്പായി എഴുതുക എന്നാണ്. പ്രകൃതിയിലെ സുന്ദര ഭാവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രകൃതിയാകുന്ന അമ്മ തൻ്റെ മകളോട് വേഗമുറങ്ങാൻ പറയുന്നത്. അപ്പോൾ പ്രകൃതിയാകുന്ന അമ്മ മകളെ ഉറക്കുകയാണ്. അപ്പോൾ പ്രകൃതിയിലെ മനോഹരമായ ഭാവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ പറയുന്നത്. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അകന്ന് ശാന്തമായി ഉറങ്ങുമ്പോൾ കിനാവിൽ പോർക്കളം പോലും പൂക്കളമായി മാറുന്നത് നിനക്ക് കാണാം എന്ന് അമ്മ പറയുന്നു. അപ്പോൾ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അകന്ന് ശാന്തമായിട്ട് ഉറങ്ങുമ്പോൾ എന്താണ്, പോർക്കളം, അതായത് യുദ്ധക്കളം പോലും നമുക്ക് പൂക്കളമായിട്ട് തോന്നും എന്നാണ് അമ്മ പറയുന്നത്. വറ്റിയ പുഴയിൽ വെള്ളം നിറയുന്നതും ഉണങ്ങിയ കാടുകൾ തളിരിടുന്നതും കാണാം. കുഞ്ഞിൻ്റെ ഉറക്കത്തിൽ വിരിയുന്ന ലോകം നീലമയിലിനെ പോലെ വർണ്ണാഭമായിരിക്കും എന്നും അമ്മ ആശംസിക്കുന്നു. ഇങ്ങനെ മനോഹരമായ ദൃശ്യങ്ങളുടെയും പ്രയോഗങ്ങളിലൂടെയുമാണ് മകളുടെ സ്വപ്നങ്ങളിൽ ജീവിതത്തിൻ്റെ പുതുമുളകൾ പൊട്ടിവിരിയുന്നത് കവി കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് പ്രകൃതിയാകുന്ന അമ്മ തൻ്റെ മകളോട് വേഗമുറങ്ങാൻ പറയാണ്. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ശാന്തമായിട്ട് ഉറങ്ങുമ്പോൾ എന്താണ്, യുദ്ധക്കളം പോലും പൂക്കളമായിട്ട് മാറുമെന്നാണ് കവി പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വറ്റിയ പുഴയിൽ വെള്ളം നിറയുന്നു, ഉണങ്ങിയ കാടുകളിൽ തളിരിടുന്നു. ഇങ്ങനെ നല്ല വർണ്ണാഭമായ കാഴ്ചകളാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കഥാപാത്ര നിരൂപണമാണ്. അഗ്നിഹോത്രി പുഞ്ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ഉപ്പുകൊറ്റന് നേരെ കൈനീട്ടി. ബന്ധത്തിൻ്റെ ആഴവും വിശാലതയും പകർന്നു തരുന്ന അഗ്നിഹോത്രിയെ പരിചയപ്പെട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും കഥയിലെ സ്ഥാനവും ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. സാത്വികനായ ഒരു ബ്രാഹ്മണനാണ് അഗ്നിഹോത്രി. ഉപ്പുകൊറ്റനെ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് എവിടെയോ കണ്ടുമറന്ന പോലെ പരിചയം തോന്നി. സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്നേഹവും വാത്സല്യവും തോന്നുന്നു. താണജാതിക്കാരനെന്ന് ധരിച്ച് ഉപ്പുകൊറ്റനെ തൻ്റെ ഭാര്യാപിതാവ് അധിക്ഷേപിച്ചപ്പോൾ സ്വന്തം കൈകൊണ്ട് അദ്ദേഹം ഉപ്പുകൊറ്റനെ എഴുന്നേൽപ്പിക്കുന്നു. 3 നാൾ പിടിച്ചിട്ടും പിടിച്ചു മാറ്റാനാവാതിരുന്ന ഉപ്പുകൊറ്റനെ എഴുന്നേൽപ്പിക്കുന്നത് അഗ്നിഹോത്രിയുടെ ശരീരബലമല്ല, സ്നേഹത്തിൻ്റെ ബലമാണ്. സഹോദര ബന്ധത്തിൻ്റെ ആഴവും വിശാലതയും ഏവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അദ്ദേഹം. ഒരർത്ഥത്തിൽ എല്ലാ തടിയും ഒറ്റയ്ക്കല്ലേ. ഇത് പറഞ്ഞ് ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചു. എന്തുകൊണ്ടാണ് ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചത്? ഉപ്പുകൊറ്റൻ പറഞ്ഞ വാക്കുകളുടെ ആശയം എന്താവാം? ബന്ധങ്ങളുടെ നിരർത്ഥകത ഓർത്തിട്ടാണ് ഉപ്പുകൊറ്റൻ പൊട്ടിച്ചിരിച്ചത്. ഒരമ്മയുടെ മക്കളായി പിറന്നിട്ട് ഒരുമിച്ച് കഴിയാൻ വിധിയില്ലാത്തവരാണ് പന്തീരുകുലത്തിലെ അംഗങ്ങൾ. ഉപ്പുകൊറ്റനും അഗ്നിഹോത്രിയും പരസ്പരം കണ്ടുമുട്ടുമ്പോഴും സഹോദരനാണെന്ന് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ഉപ്പുകൊറ്റനും അഗ്നിഹോത്രിയും ഒരേ അമ്മയുടെ മക്കളാണ്, പക്ഷേ അവരറിയുന്നില്ല, അവർ സഹോദരങ്ങളാണെന്ന് അറിയുന്നില്ല. ഉറ്റവരോ ഉടയവരോ ആരെന്നറിയാതെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റക്കാണ് വളരുന്നത്. 11 സഹോദരങ്ങൾ ഉണ്ടായിട്ടും ആരുമില്ലാതെ വളരേണ്ടി വന്നത് ഓർത്തിട്ടാവും ഉപ്പുകൊറ്റൻ എന്ത് പറഞ്ഞത്? ഒരർത്ഥത്തിൽ എല്ലാ തടിയും ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞത്. എന്താണ്, കുറേ ബന്ധങ്ങൾ ഉണ്ടായിട്ടും ഒന്നും തനിക്ക് കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി കുറിപ്പ് തയ്യാറാക്കാം. താമരത്തണ്ടറിന് കുതിച്ചു നെറ്റിയിൽ നീറി നിൽക്കും അഴുക്കിൻ ഹിറ്റുകൾ കുഞ്ഞു ചുണ്ടാൽ തുടപ്പൂ ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണൊരു പ്രാർത്ഥനാ നാളം. നിങ്ങൾ പരിചയപ്പെട്ട ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിലെ വരികളാണിത്. വാക്കുകൾ കൊണ്ട് കടമനിട്ട് വരച്ച ചിത്രത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒത്തിരി നിമിഷങ്ങൾ വായിച്ചെടുക്കാം. സ്നേഹത്തിൻ്റെ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്ന മുഹൂർത്തമാണ്. ഈ ആശയങ്ങളെ മുൻനിർത്തി സ്വന്തം കാഴ്ചപ്പാട് ഉൾപ്പെടുത്തി മുകളിൽ കൊടുത്തിട്ടുള്ള വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? കുടുംബത്തിനുള്ളിലെ ഊഷ്മളമായ സ്നേഹത്തെയാണ് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിലൂടെ കടമ്മനിട്ട് അവതരിപ്പിക്കുന്നത്. ജോലി കഴിഞ്ഞെത്തിയ അച്ഛനെ മക്കൾ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് പൊതിയുന്നു. ഓടിയെത്തിയ ഗീതമോൾ പിതാവിൻ്റെ കഴുത്തിൽ തളിരു പോലെ കൈ ചുറ്റിപ്പിടിച്ച് തല കുനിച്ച് നെറ്റിയിൽ പറ്റി നിൽക്കുന്ന അഴുക്കു കലർന്ന വിയർപ്പിനെ ചുണ്ടുകൊണ്ട് തുടച്ചു. പിതാവിൻ്റെയും മക്കളുടെയും സ്നേഹം കണ്ട് അവർക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുകയാണ്. ഈ വരികളിൽ നിഷ്കളങ്ക സ്നേഹപ്രകടനത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കളുടെ സ്നേഹം അച്ഛന് ആനന്ദവും ഉത്സാഹവും ഒക്കെ പകർന്ന് ജീവിതം സന്തുഷ്ടമാക്കുന്ന അനുഭവമാണ് നൽകുന്നത്. അച്ഛൻ്റെയും മക്കളുടെയും ആ സന്തോഷത്തിന് കരുത്തു പകരുന്ന കുടുംബത്തിനുള്ളിലെ ആ സ്നേഹബന്ധം ശാശ്വതമായി നിലകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന മാതാവിനെയുമാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പം പ്രാർത്ഥനാ നാളം എന്ന ഭാഗത്ത് നമ്മൾ എന്താ കാണുന്നത്? അച്ഛൻ്റെയും മക്കളുടെയും അമ്മയുടെയും ഊഷ്മളമായ ആ സ്നേഹബന്ധം അല്ലേ? അച്ഛൻ്റെയും മക്കളുടെയും സന്തോഷത്തിന് കരുത്ത് പകരുന്ന കുടുംബത്തിലെ ആ സ്നേഹബന്ധം എന്നും അങ്ങനെ നിലനിൽക്കണമെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന മാതാവിനെയാണ് പ്രാർത്ഥനാ നാളം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഉപന്യാസമാണ്. സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് സ്നേഹസ്പർശം എന്ന യൂണിറ്റിലെ പാഠങ്ങളിൽ പ്രകടമാകുന്നത്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായും പുലരേണ്ട എന്ന പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ഉപന്യാസം തയ്യാറാക്കുക. മനുഷ്യൻ ചിന്തിക്കാൻ ആരംഭിച്ച കാലഘട്ടം മുതൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. സ്നേഹം എന്ന വികാരത്തിൽ ഉറച്ചതാണ്. സ്നേഹസ്പർശം എന്ന യൂണിറ്റിലും സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് പ്രകടമാകുന്നത്. ഊഞ്ഞാൽ പാട്ടിലും തേങ്ങ എന്ന കഥയിലും വേഗമുറങ്ങൂ എന്ന കവിതയിലും പ്രകടമാകുന്നത് സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ തന്നെയാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ വികാരം സ്നേഹമാണെന്ന് ഈ 3 പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹമാണ് എല്ലാ സുന്ദര സംസ്കാരത്തിൻ്റെയും ഉത്ഭവമായി കാണുന്നത്. ഈശ്വരഭക്തിയും സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ നൈർമല്യമാണ് സഹോദര സ്നേഹത്തിൽ കാണുന്നത്. എന്നാൽ സ്നേഹം നൽകാനും സ്വീകരിക്കാനും പലപ്പോഴും നാം മറന്നു പോകുന്നു. അതാണ് സ്നേഹശൂന്യത. അത് ഒഴിവാക്കിയാൽ ലോകജീവിതം സുഖകരം തന്നെയാണ്. ഈ രീതി പരസ്പരം സ്നേഹത്തോടും സഹവർത്തിത്തോടും കഴിയുന്ന ലോകത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇനി അടുത്ത അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. സമാധാനമായി വിശ്രമിക്കൂ, ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. ഹിരോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യുദ്ധവും ആക്രമണവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മയ്ക്കും ഭീഷണിയാണ്. നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. യുദ്ധം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ദുരിതങ്ങളും ദാരിദ്ര്യവും മാത്രമാണ്. ലോകമഹായുദ്ധങ്ങളും മറ്റു ചെറിയ സംഘർഷങ്ങളും രാജ്യങ്ങളുടെ സ്പർദ്ധ തീർക്കാനുള്ള മാർഗമായി മാത്രമാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കാണുന്നത്. പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത് ഇതിലൊന്നും പങ്കില്ലാത്ത വേറെയും കുട്ടികളാണ്. ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ പിടഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് പക്ഷം ചേരാതെ സമാധാന ദൗത്യങ്ങളിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള അവസാനിപ്പിക്കാനുള്ള നടപടികളാണ് നാം കൈക്കൊള്ളേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഓണം അന്നും ഇന്നും. കവിതയിലെ ഓണവും ഓണത്തെക്കുറിച്ചുള്ള തകഴിയുടെ ഓർമ്മകളും ചർച്ച ചെയ്യൂ. നിങ്ങളുടെ ഓണാനുഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓണം അന്നും ഇന്നും എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക, സ്നേഹമുള്ള ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ചിങ്ങം 1 കർഷക ദിനം, ഓണമാസത്തിൻ്റെ ആരംഭം. മലയാളത്തിൻ്റെ വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഒരു ലേഖനം വായിച്ചപ്പോഴാണ് കൗതുകകരമായ ചില വിചാരങ്ങൾ എനിക്കുണ്ടായത്. പണ്ട് കൃഷിഭൂമിയെ ആശ്രയിച്ച് ജീവിച്ചവരാണ് കേരളീയർ. പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന അവർക്ക് കിട്ടിയിരുന്ന ഒരേ ഒരു ആനന്ദവേളയായിരുന്നു ഓണം. ഓണത്തിനായി എല്ലാവരും നെല്ല് കരുതി വെച്ചിട്ടുണ്ടാവും. കരുതി വയ്ക്കാത്തവൻ കടം കൊള്ളണം, ഉള്ളവൻ ഇല്ലാത്തവന് നൽകണം. അതുപോലെ തൊടിയിലെ പൂക്കൾ കൊണ്ട് ഓണപ്പൂക്കളം ഒരുക്കുന്നതും നമ്മുടെ കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ച് ഉപ്പേരി വറുക്കലും അന്ന് പ്രധാനമായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഓണം നമുക്കറിയാലോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ അന്യനാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കവി NV കൃഷ്ണവാര്യർ പറയുന്നത് പോലെ നമ്മൾ ഒരു ചെടിയും നട്ടു വളർത്തുന്നില്ല, പിന്നെ എങ്ങനെയാണ് പൂന്നുള്ളുക? ഒരു വയലും നമ്മൾ പൂട്ടി ഒരുക്കുന്നില്ല ഓണച്ചോറിനായി. അങ്ങനെ പഴവും തുണിയും മാത്രമല്ല കളിപ്പാട്ടങ്ങളും നമുക്കായി അന്യനാട്ടിൽ നിന്നെത്തുന്നു. നമ്മുടെ മനസ്സിൽ പരസ്പര സ്നേഹമുണ്ടോ എന്ന് തന്നെ സംശയം. നെടുമുടി ഹരികുമാറിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ മുറ്റവും ആഹ്ലാദവും നഷ്ടപ്പെടുത്തി 7ാം മാളിക മുകളിൽ ഫ്ലാറ്റോണം കൊള്ളുകയാണ് നമ്മൾ. കൂട്ടുകാരെ, നഗരവൽക്കരണത്തിൻ്റെ ഫലമായി നമുക്ക് കൃഷിയും ഗ്രാമങ്ങളും മാത്രമല്ല നന്മയുള്ള മനസ്സും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമുക്ക് ഗ്രാമങ്ങളെ സ്വപ്നം കാണാം, നന്മകളെ തിരിച്ചു കൊണ്ടുവരാം. കാണം വിൽക്കാതെ നമുക്ക് ഓണം ഉണ്ണാൻ അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയണം.
മലയാള മണ്ണിൽ പൊന്നു വിളിയിക്കാം. കാർഷിക സംസ്കാരത്തിൻ്റെ ഗ്രാമീണ ചൈതന്യം വീണ്ടെടുക്കുന്നതായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇനി അടുത്തൊരു ചോദ്യം, പിള്ളേരോണം. ഒരു മാർക്കിനൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. പിള്ളേരോണം എന്ന് പറഞ്ഞാൽ എന്താണ്? കർക്കിടക മാസത്തിലെ തിരുവോണ നാളിനെയാണ് പിള്ളേരോണമായി ആഘോഷിക്കുന്നത്. കർക്കിടവറുതിയിലും ഓണാഘോഷത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഒരുക്കവും പൂക്കളമിടലും പാട്ടും കൈകൊട്ടിക്കളിയും പിള്ളേരോണത്തിൻ്റെ പ്രത്യേകതയാണ്. പിള്ളേരോണത്തിൽ കുട്ടികൾക്കാണ് പ്രാധാന്യം. രാവിലെ കുളിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നു. ഉച്ചയ്ക്ക് തഴപ്പായ വിരിച്ച് തൂഷനിലയെ വിഭവസദ്രമായ സദ്യ വിളമ്പി കുട്ടികളെ ഊട്ടുന്നു. ചിങ്ങത്തിരുവോണ സദ്യയും സ്വാദും മണവും പിള്ളേരോണ സദ്യക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് പ്രധാന പാഠവലിയുമായി കൂടുതൽ വീഡിയോ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.